നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാം വളരെ മനോഹരമായിട്ട് മുന്നോട്ടു പോകുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം തകർന്നു വീഴുന്നത് പോലെ. ഇന്നലെ വരെ നിങ്ങളെ പ്രശംസിച്ചിരുന്നവർ ഇന്ന് അകന്നു നിൽക്കുന്നു. കയ്യിൽ വന്ന പണം നിൽക്കാതെ പോകുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ അവസാന നിമിഷം തടസ്സപ്പെടുന്നു. വീട്ടിൽ സമാധാനമില്ലാതാകുന്നു. ശരീരത്തിന് വലിയ അസുഖമൊന്നുമില്ല, പക്ഷെ മനസ്സിനെ തളർത്തുന്ന ഒരു ക്ഷീണം. ഇതെല്ലാം വെറും യാദൃശ്ചികമാണോ? അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാർ പറഞ്ഞിരുന്ന കണ്ണേറ് എന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇത് വെറും അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള വീഡിയോ അല്ല. മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വശത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യമാണ്. ചാണക്യൻ പറഞ്ഞ രഹസ്യ ശത്രുക്കൾ ആരാണ്? എന്തുകൊണ്ടാണ് ചിലരുടെ നോട്ടം നമ്മളെ അസ്വസ്ഥരാക്കുന്നത്? അസൂയ എന്ന വികാരത്തിന് യഥാർത്ഥത്തിൽ ശക്തിയുണ്ടോ? കണ്ണേറ് ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചാണക്യൻ പറഞ്ഞ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അനുഭവിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ പണ്ട് മുതൽ പറയുന്നൊരു വാക്കുണ്ട്, കല്ലിൽ കൊള്ളുന്നതിനേക്കാൾ ഭയാനകമാണ് കണ്ണിൽ കൊള്ളുന്നത്, അല്ലെ? ഇത് കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏകദേശം എല്ലാ സംസ്കാരങ്ങളിലും ദൃഷ്ടി അല്ലെങ്കിൽ എവിലൈ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നത്? ഭാരതത്തിലെ കണ്ണേറ് എന്ന് പറയും, അറബ് രാജ്യങ്ങളിൽ നസർ, ഗ്രീസ് സംസ്കാരത്തിൽ മാതി. വിവിധ പേരുകളാണ്, പക്ഷെ ആശയം ഒന്നു തന്നെ. മനുഷ്യന്റെ അസൂയ നിറഞ്ഞ നോട്ടത്തിന് മറ്റൊരാളെ ബാധിക്കാനുള്ള ശക്തിയുണ്ട് എന്ന വിശ്വാസം. ഇത് വെറും കഥയല്ല, മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമായിരുന്നു അത്. ഇന്ന് മനഃശാസ്ത്രവും പറയുന്നത് നെഗറ്റീവ് വികാരങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ അടുത്ത് ചെന്നാൽ തന്നെ മനസ്സ് ശാന്തമാകും. പക്ഷേ ചിലരോട് 5 മിനിറ്റ് സംസാരിച്ചാൽ പോലും ഒരു ക്ഷീണം അനുഭവപ്പെടും. ചിലർ പ്രശംസിച്ചിട്ട് പോയാൽ പോലും എന്തോ ഒരു ഭാരം ഉള്ളിൽ കിടക്കുന്നത് പോലെ തോന്നാം. ഇത് വെറും തോന്നലാണോ? അല്ല. മനുഷ്യ മനസ്സ് ചുറ്റുമുള്ള വികാരങ്ങളെ വളരെ സൂക്ഷ്മമായി തിരിച്ചറിയാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് കണ്ണ് മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പഴമക്കാർ പറഞ്ഞത്. ഭാരതത്തിന്റെ മഹാനായ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തുറന്ന ശത്രുവിനേക്കാൾ അപകടകാരി രഹസ്യ ശത്രുവാണ്. ആരാണ് ഈ രഹസ്യ ശത്രുക്കൾ എന്ന് പറയുന്നത്? നിങ്ങളുടെ മുന്നിലിരുന്ന് നിങ്ങളെ പ്രശംസിക്കുന്നവർ, പക്ഷെ ഉള്ളിൽ നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്നവർ. അവരാണ് ഏറ്റവും അപകടകാരികൾ. കാരണം തുറന്ന് എതിർക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കും, പക്ഷെ ചിരിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്ന അസൂയക്കാരനെ തിരിച്ചറിയാൻ എളുപ്പമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആൾക്കാർ സ്വന്തം സന്തോഷങ്ങൾ മുഴുവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പുതിയ വീട്, പുതിയ കാർ, പുതിയ ജോലി, സ്വർണം, സമ്പത്ത് എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു. പക്ഷെ ഒരാളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കണമെന്നില്ല. ചിലരുടെ ഉള്ളിൽ താരതമ്യം തുടങ്ങും. എന്തുകൊണ്ട് അവന് ഇത് കിട്ടി? എനിക്ക് കിട്ടാത്തത് അവന് എങ്ങനെ കിട്ടി? അവിടെ നിന്നാണ് അസൂയ ജനിക്കുന്നത്. അസൂയ മനുഷ്യന്റെ മനസ്സിൽ ജനിക്കുന്ന ഏറ്റവും ശക്തമായ നെഗറ്റീവ് വികാരങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയത്, നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പങ്കുവയ്ക്കരുത് എന്ന്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. കണ്ണേറ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്വാധീനം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള ക്ഷീണമാണ്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാകാം, ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, വലിയ അസുഖങ്ങളൊന്നുമില്ല, എന്നിട്ടും മനസ്സിന് ഉത്സാഹമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഭാരമുള്ള അനുഭവം തോന്നുന്നു. ഒന്നും ചെയ്യാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇതിനെ മടുപ്പ് എന്ന് കരുതും. പക്ഷെ പഴമക്കാർ പറയുന്നത് നെഗറ്റീവ് ഊർജം മനുഷ്യന്റെ ജീവശക്തിയെ പതിയെ തളർത്തുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാമ്പത്തിക തടസ്സങ്ങളാണ്. വരാനിരുന്ന പണം അവസാന നിമിഷം തടസ്സപ്പെടുന്നു. കിട്ടിയ പണം കൈവശം നിൽക്കാതെ പോകുന്നു. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു.
ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നു, കടം വർദ്ധിക്കുന്നു, കൊടുത്ത പണം തിരികെ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്: ഐശ്വര്യത്തിന് അസൂയയും കലഹവും ഉള്ളിടത്ത് താമസിക്കാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മുൻപ് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്ടില് പെട്ടെന്ന് വഴക്കുകൾ തുടങ്ങുന്നു. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്നു. കുട്ടികൾ കാരണമില്ലാതെ കരയുന്നു, രാത്രിയിൽ ഭയന്ന് എഴുന്നേൽക്കുന്നു. വീട്ടിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം പഴയ തലമുറ കണ്ണേറിന്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം: ഇവയെല്ലാം ഉണ്ടായാൽ അത് നിർബന്ധമായിട്ടും അതിഭൗതിക ശക്തികളുടെ കാര്യമാണെന്ന് പറയാനാകില്ല. മാനസിക സമ്മർദ്ദം, നെഗറ്റീവ് ബന്ധങ്ങൾ, വിഷമുള്ള ആളുകൾ, ഇവയും മനുഷ്യന്റെ ജീവിതത്തെ തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, ആദ്യം മനസ്സിനെ ശക്തമാക്കുക. ഇനി ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ചാണക്യൻ പറഞ്ഞ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യത്തെ തന്ത്രം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൗനം തന്നെയാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നത് വരെ അത് മറ്റുള്ളവരോട് പറയരുത്. ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. കാരണം നിങ്ങൾ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല. ചിലർ നിങ്ങളുടെ പരാജയം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിജയിച്ച ശേഷം മാത്രം സംസാരിക്കുക. നിങ്ങളുടെ വിജയമായിരിക്കണം നിങ്ങളുടെ മറുപടി. ഇനി രണ്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, ഈ കണ്ണേറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ, കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എത്രമാത്രം സത്യമുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ഊർജം സംരക്ഷിക്കാനായിട്ട് ചെയ്യാൻ പണ്ടുള്ള പഴമക്കാർ ഉപ്പുവെള്ളത്തിൽ കുളിക്കാനാണ് പറഞ്ഞിരുന്നത്. ഉപ്പിന് നെഗറ്റീവ് ഊർജം ആകർഷിച്ചു നീക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിക്കുക എന്നത് പല വീടുകളിലും ഇന്നും തുടരുന്ന ഒരു രീതി തന്നെയാണ്. അതുപോലെ മഞ്ഞൾ ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണെന്ന് അവർ പറഞ്ഞിരുന്നു. മഞ്ഞൾ ശുദ്ധിയുടെ പ്രതീകമാണ്, അല്ലെ? ഇനി മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് വീടിന്റെ അന്തരീക്ഷം ശുദ്ധമായി സൂക്ഷിക്കുക എന്നതാണ്. വിളക്ക് വയ്ക്കുക, ധൂപം കാട്ടുക, സാമ്പ്രാണി ഉപയോഗിക്കുക, ജനലുകൾ തുറന്ന് വായുസഞ്ചാരം ഉറപ്പാക്കുക. കാരണം പ്രകാശവും ശുദ്ധവായുവും മനുഷ്യന്റെ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ചാണക്യൻ പറയുന്ന ഒരു ആശയമുണ്ട്: വൃത്തിയില്ലാത്ത ഇടത്ത് ഐശ്വര്യം വസിക്കില്ല. അലങ്കോലമായ വീടുകൾ മനസ്സിനെയും അലങ്കോലമാക്കും. അതുകൊണ്ട് വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഇനി നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ ശക്തമാക്കുക എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. ആരൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു നോട്ടത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. കാരണം കണ്ണേറിന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഭയമാണ്. നിങ്ങൾ ഭയപ്പെടുമ്പോൾ മനസ്സ് ദുർബലമാകും. പക്ഷേ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിന്നാൽ നെഗറ്റീവ് സ്വാധീനങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കും. വരുന്ന മോശം ഊർജങ്ങൾ അതിൽ തട്ടി തിരികെ പോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ അസൂയയെ ഭയക്കേണ്ട. പകരം അത് നിങ്ങളുടെ വളർച്ചയുടെ അടയാളമായി കാണുക. ആളുകൾ നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മുന്നേറുകയാണ് എന്നതാണ്. ഓർക്കുക, കണ്ണേറ് എന്നത് ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അസൂയ, ദേഷ്യം, താരതമ്യം, മറ്റൊരാളുടെ ഉയർച്ച സഹിക്കാനാകാത്ത അവസ്ഥ, ഇവയൊക്കെയാണ് കണ്ണേറ് എന്ന വാക്കിന്റെ പിന്നിലെ യഥാർത്ഥ അർത്ഥങ്ങൾ. പക്ഷെ ഇരുട്ടിനെ പേടിച്ച് ജീവിക്കുന്നതല്ല പരിഹാരം. വെളിച്ചം കൊണ്ടും അറിവ് കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അതിനെ നേരിടുക. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ പുരോഗതി, ഇവ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന കണ്ണുകളെ ഭയപ്പെടേണ്ട, അവരെ നോക്കി പുഞ്ചിരിക്കുക. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. കണ്ണേറ് മാറ്റാനുള്ള യഥാർത്ഥ ശക്തി പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. അത് തിരിച്ചറിയുക, മുന്നേറുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് എഴുതുക.
ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പുതിയ ഒരു ചുവടുവയ്പായിട്ട് കണക്കാക്കാം. കൂടാതെ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള ആത്മീയവും ജീവിതബോധവുമുള്ള വീഡിയോകൾക്കായിട്ട് പ്രാർത്ഥനാ തീർത്ഥം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.